ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ മസാലക്കറിയുടെ റെസിപ്പിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് എന്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം ഞാനൊരു പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അതിലോട്ട് ഞാനിവിടെ ഒരു 1.5 കിലോഗ്രാം ചിക്കൻ വെച്ചിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ലഗോൺ ചിക്കൻ വെച്ചിട്ടാണ് ഇന്ന് ഈ മസാലക്കറി ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ബ്രോയിലർ ചിക്കൻ വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലോട്ടായിട്ട് ഒരു വലിയൊരു സവാള ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഒരു 7 പച്ചമുളകിനെ ഇതുപോലെ ഒന്ന് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കണം. ഇതിലോട്ടായിട്ട് ഒരു കുടം വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു 15 ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചതച്ചെടുത്ത് ആഡ് ചെയ്യണം. ഒരു തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. വലിയൊരു തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. തക്കാളിയുടെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലോട്ടായിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.25 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹോം മെയ്ഡ് ഗരം മസാല പൗഡറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള നല്ലൊരു മസാല. ഇനി ഇതിലോട്ടായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടായിട്ട് എരിവിനായിട്ട് ഞാനിവിടെ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, 3 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കരുത്. ഇനി വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ച് അധികം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ മസാലക്കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിലോട്ടായിട്ട് മല്ലിപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. തേങ്ങാരപ്പൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ കറിക്ക് നല്ല കട്ടി കിട്ടാനും അതുപോലെ തന്നെ ഈ കറിയുടെ കളർ എന്ന് പറയുന്നത് ഈ ഒരു മല്ലിപ്പൊടിയുടെ കളറൊന്ന് മുന്തി നിൽക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചെടുക്കണം കേട്ടോ. ഈ തക്കാളിയും ഈ പച്ചമുളകും ഉള്ളിയും എല്ലാം ഞരടിയിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ഇതൊന്ന് പൊത്തി വെക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടായിട്ട് ഒരു 6 കപ്പോളം വെള്ളം ഞാൻ ഇനിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. ഇത് ലഗോൺ ചിക്കൻ ആണല്ലോ, ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ കുറച്ചധികം വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഞാനിത് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചധികം വെള്ളം ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ആക്കിയെടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ സമയം മസാലപ്പൊടികൾ എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്കിതെല്ലാം കറക്റ്റായിരുന്നു, കറക്റ്റ് മെഷർമെൻ്റാണ്. ഇനി നമുക്ക് ഈ വെള്ളം കൂടുതലുണ്ടല്ലോ, ഇത് നന്നായിട്ട് വറ്റി വരണ്ട് വരും. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ ഏകദേശം ഇതൊരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു രീതിയിലായി കിട്ടിയത് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ട് ഇതിലെ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് ചിക്കനെല്ലാം വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഈ സമയത്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തിളച്ച വെള്ളം വേണം കേട്ടോ ഈ സമയം ഉപയോഗിക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഞാനിതിനെ ഗ്യാസ് അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ചിക്കനൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കുക. കുക്കറിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു 5 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങളിതിനെ നന്നായിട്ട് വേവിച്ചെടുത്ത് സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞ് ഓപ്പൺ ആക്കിയെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിനെ വറവിട്ടെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു 15 ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി കുറച്ച് അധികം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കറിയിലോട്ടൊക്കെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൊടുക്കുന്നത് ഈ ചെറിയുള്ളി ഇങ്ങനെ മൂപ്പിച്ചിട്ട് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. നന്നായിട്ട് വറുത്ത് കോരി വയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. ഇതിങ്ങനെ വറുത്ത് കോരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നല്ലൊരു മണമാണ് കേട്ടോ.
ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടുന്നത് വരെ ഞാനിതിനെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതിനെ ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ മിക്സാക്കി എടുത്ത് ഇതിനെ നമ്മൾ വീണ്ടും അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളിതിനെ സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഈ ചിക്കൻ മസാല കറി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റ് കൂടുന്നത് എപ്പോഴാണെന്ന് അറിയോ? ഇത് ചൂടാറിക്കഴിഞ്ഞ് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ ഈ ചിക്കനിലോട്ട് നല്ല രീതിയിൽ പിടിച്ച് കിട്ടി ആ ഒരു പരുവത്തിൽ വേണം നിങ്ങളിത് സെർവ് ചെയ്യാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് ഇത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയെടുത്ത് ഇത് രാത്രിയിൽ നിങ്ങൾ ഡിന്നറിന് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ ഈ നാടൻ ചിക്കൻ മസാല കറി ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്